ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ ഫ്രൈഡേ ആയിട്ട് നമ്മൾ വീട്ടിലിരിക്കാൻ പാടില്ലല്ലോ, എവിടേക്കെങ്കിലുമൊക്കെ പോവണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് പുറത്ത് പോകാൻ തീരുമാനിച്ചു കേട്ടോ. നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഫ്രൈഡേ ഒരു സ്പെഷ്യൽ ട്രിപ്പ് പോവാന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം ഫ്രണ്ട്സ് ആരും ഇല്ല കേട്ടോ, അവരാരും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ സഡനായിട്ടുണ്ടായ ഒരു പ്ലാനാണ്. അപ്പോൾ പെട്ടെന്ന് രാവിലെ തന്നെ, വെള്ളിയാഴ്ച രാവിലെ തന്നെ എന്നോട് പറഞ്ഞു നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ട്രിപ്പായാലോ, അപ്പോൾ നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തു, പാക്ക് ചെയ്തു, പുറപ്പെട്ടു കേട്ടോ. നമ്മൾ അസൈബ ബീച്ചിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു അരമണിക്കൂറോളം യാത്ര ഉണ്ടാവും. ഞങ്ങൾ ആദ്യം സവാദി ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു, പക്ഷെ അത് നടന്നില്ല. ഇന്ന് നമുക്കൊരു ചെറിയൊരു ഗ്രില്ല് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ചുറ്റും വിനാട്ടിനും കൂടിയിട്ട് ഷോപ്പിലോട്ട് പോയതാണ് കേട്ടോ. അവർ പോയ സമയം നോക്കിയിട്ട് ഞാനൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ അവർ തിരിച്ച് വന്നു കേട്ടോ. വേഗം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വന്നു ഗൈസ്. അപ്പോൾ ഫൈനലി നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് അസൈബയാണ് കേട്ടോ. അസൈബ ബീച്ച് പാർക്കിൻ്റെ സൈഡിലുള്ള ഗ്രില്ലൊക്കെ ചെയ്യാനും അതേപോലെ ടെൻ്റൊക്കെ കെട്ടി ചെയ്യാനുള്ള ഒരു ഏരിയയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഉള്ളത്. ഞങ്ങൾ പണ്ട് ഇവിടെ ഒരുപാട് വട്ടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചുറ്റുൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ എപ്പോഴും വരാറുള്ള ഒരു പ്ലേസാണ് കേട്ടോ ഇവിടെ ആണെങ്കിൽ ഒരുപാട് പേര് ടെൻറ്റും, നല്ല വെറൈറ്റി ആയിട്ടുള്ള ടെൻറ്റും, കൂടുതലും ഫോറിനേഴ്സാണ് കേട്ടോ കൂടുതലുള്ളത്. പിന്നെ ഒമാനികളും ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്കൊരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അറ്റം വരെ പോയി നോക്കുകയാണ് കേട്ടോ. പലതരം വെറൈറ്റി ടെൻറ്റുകളും പിന്നെ എന്തൊക്കെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് ആളുകൾ. ഇൻഡിവിജ്വലായിട്ടുള്ള പ്രോഗ്രാംസ് ആണ് കേട്ടോ, നമ്മളെപ്പോലൊക്കെ തന്നെ. അപ്പോൾ എല്ലായിടത്തും ആളുകളുണ്ട് കേട്ടോ. നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് പോലും കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് അറ്റം വരെ പോയി നോക്കിയിട്ട് അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ പോയി നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അറ്റം വരെ പോയി നോക്കി കേട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങളൊരു പ്ലേസ് കണ്ടുപിടിച്ചിട്ടോ. നമ്മളെ ചുറ്റുവട്ടത്തും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ചെറിയൊരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ കിട്ടി. ചുറ്റു ഇറങ്ങി അവളുടെ കളി തുടങ്ങിട്ടോ മണ്ണിൽ. പിന്നെ വിനാട്ട ടെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ, അതിനല്ലേ മെയിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ പണി അതിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ ചുറ്റൂടെ മണ്ണപ്പൊക്കെ ചുട്ട് കളിക്കുന്നുണ്ട്. മണ്ണപ്പാണോ? ഇതാണ് മണ്ണപ്പം. മണ്ണപ്പം ചുട്ട് കളിക്കണ പ്രായം എന്നപ്പം കൂടിയ പെണ്ണല്ലേ. ഗൈസ് ടെന്റിന്റെ ഉള്ളിലാണ് ഗൈസ്. ഓക്കേ, എന്തിനാ? ഭയങ്കര തണുപ്പിട്ടോ. തണവ് കാറ്റും കൂടി ആവുമ്പോ ഭയങ്കര തണുപ്പ്. തണുപ്പടുത്ത് കൂടെ പോവാൻ പറ്റാത്ത തണുപ്പ് ജയിച്ചാ നല്ല തണുപ്പ്. പക്ഷെ എനിക്ക് ആൾക്കാരുണ്ട് കേട്ടോ. അടിപൊളി വൈബ്. എല്ലാവരും ടെന്റുമായിട്ടും എന്താ പറയാ പലതരം വെറൈറ്റി ഒക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്. പിന്നെ നൈറ്റാണ് കേട്ടോ പൊളി. ഞങ്ങളിവിടെ ഗ്രില്ല് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് ഒരു സെറ്റപ്പ്. ഓക്കേ,
ഗൈസ്, നമ്മൾ കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ടെൻറ്റ് വാങ്ങിക്കുന്നുള്ളത്. ഇപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടായതാണ് കേട്ടോ. മോർണിംഗ് ഇതിനായിട്ടും പോയി ഷോപ്പിൽ പോയി ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള മസാലയൊക്കെ അടിച്ചു. നേരെ ഞങ്ങൾ അസൈബ ബീച്ചിൽ വന്നിരിക്കുക. ഈ ടെൻറ്റിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ടൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് ഉണ്ണിപ്പര ഒക്കെ വെച്ച് കളിക്കില്ലേ, കുഞ്ഞിപ്പരൊക്കെ വെച്ചിട്ട് അതേ ഒരു ഇതാണ് കേട്ടോ, വൈബാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതിങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നത്. അടിപൊളി അല്ലേ ചേച്ചാ? ഗൈസ്, നമ്മൾ ഹോർലിക്സ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഫുള്ള് വേണ്ട, നമുക്ക് മാത്രം മതി. അവള് കഴിക്കില്ല. അവൾക്ക് പാല് വേണം ചേച്ചിക്ക്. കൈ കഴുകിയതാ. നമുക്ക് മേഗിയും കൂടെ ഉണ്ടാക്കട്ടോ. വിശക്കണമെന്നുണ്ട്. ഇനിയാണ് നമ്മളെ മെയിൻ പരിപാടിയിലേക്ക് കടക്കണത് കേട്ടോ. ഗ്രില്ലിടേണ്ട സംഭവമൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ നല്ല മണല്ലേ സാമ്പ്രാണിയുടെ. പുറത്തുള്ളവർ കുന്തിരിക്കും കത്തിക്കുമ്പോൾ ഞങ്ങൾ സാമ്പ്രാണി കത്തിക്കും. അടിപൊളി മണം കേട്ടോ. എല്ലാ മണം കൂടി നല്ല മണമുണ്ട്. ഊത്, സാമ്പ്രാണി, അതേപോലെ കുന്തിരിക്കം. ഇവിടെ അപ്പുറത്തുള്ളവരൊക്കെ പുകയ്ക്കുന്നുണ്ട് കേട്ടോ. നല്ല മണം. ദീപം ദേ സൂര്യൻ പോയി തുടങ്ങി. ദീപം തെളിയിക്കാൻ സമയമായി. അതുകൊണ്ട് ഞങ്ങൾ സാമ്പ്രാണി കത്തിച്ചിരിക്കുകയാണ് കേട്ടോ. അല്ലേ ചേച്ചിയാ? എനിക്ക് പുറത്തൊന്നും നിൽക്കാൻ പറ്റുന്നില്ല ഈ തണുപ്പത്ത്. ഒരാളുടെ വാശിക്കാണ് കേട്ടോ ഇപ്പൊ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നത്. നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പൊ വന്ന സമയത്ത് പോലും നല്ല തണുപ്പുണ്ട്. രാത്രി ആകുമ്പോഴും തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. നനഞ്ഞിട്ടുള്ളത് കാണാം നമുക്ക്.
ബോട്ടിങ് അല്ലത് മീൻ പോണല്ലേ? ഭയങ്കര സ്പീഡല്ലേ? ഇവിടെ ഫുള്ള് വൈബാണ് കേട്ടോ. കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. വന്നിട്ടൊരു ഭയങ്കര സെറ്റപ്പിലാണ്. പാട്ട് പാടാൻ പോകണം. അമ്മ കൂടെ പാടാം. റെഡി 1 2 3 സ്റ്റാർട്ട്. ഏത് പാട്ടാ പാടേ? അങ്ങുവാനക്കൊന്നില്. ഓക്കെ. അങ്ങുവാനക്കൊന്നില് കലയ്ക്കുള്ളില് ചോര കണ്ണുയൽ നീലത്തുരുത്തില് പരത്തില് നിഴലിടും അമ്പിളി കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പണിന്ന് ചിലച്ചല്ല താനെ പണിയല്ലോ തുരുത്തിലെങ്ങോ പതുങ്ങിയല്ലോ താരക്കൊള്ളരാമോ ചെറുക്കും ചിലച്ചെല്ലത്തിലോ ഭൂമിയെ പാടമൂടും ശ്രദ്ധയും വെറ്റിലേറ്റു വയ്ക്കാം കുഞ്ഞിടം വാവേ കഥ കേട്ടു മെല്ലെ മാറി ചൂടി ഉറങ്ങ് ഉറങ്ങ് തളരാതെ ചിരിയോടെ കൊഞ്ചി കളിയാടി വളരെ വളരെ അപ്പോൾ ഗൈസ് നമ്മൾ ഗ്രില്ല് പരിപാടിയൊക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു വേഗം തന്നെ തിരിച്ചു പോകുന്നു കേട്ടോ. കാരണം നല്ല തണുപ്പും കൂടി വരെയായിരുന്നു. അപ്പോൾ വേഗം തന്നെ പോകുന്നു. ഫുൾ നൈറ്റ് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചത്, അത് നടന്നില്ല. ഓക്കേ, അപ്പോൾ നമ്മളുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണണേ. അപ്പോൾ പുതിയ വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ ബൈ.